എല്ലാ അവന്മാരും ഇളകി. ഈ പുകയിടുമ്പോൾ എലി ചാടുന്ന പോലെ FCRI ഭേദഗതി വരുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവരും ഇളകി. ഇതുവരെ കന്യാസ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും നഗ്നരായി വഴിയെ നടത്തിയപ്പോഴും ഇവരാരും ഇതുപോലെ ക്ഷോഭിച്ചും പ്രതികരിച്ചു എന്ന് ഞാൻ കണ്ടില്ല. ഞാൻ കഴിഞ്ഞ ചില ദശാബ്ദങ്ങളായിട്ട് ഈ ഇന്ത്യൻ മീഡിയ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളാണ്. ഞാൻ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പോലും ഇന്ത്യൻ മീഡിയ, പ്രത്യേകിച്ച് കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ, വാർത്തകൾ പരമാവധി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടെങ്കിൽ എന്നെ അറിയിക്കണം, നിങ്ങൾക്ക് തെറ്റിപ്പോയി. അങ്ങനെയല്ല. അപ്പൊ അതിക്രൂരമായി കന്യാസ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട സമയം, അപമാനിക്കപ്പെട്ട സമയം, നഗ്നരായി വഴിയെ കന്യാസ്ത്രീകളെ നടത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്നേരം ഒന്നും ഈ ബിഷപ്പുമാര് ഞെട്ടിത്തെറിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല. ആരെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ ദൗർഭാഗ്യകരെന്ന് പറഞ്ഞു കാണും. അങ്ങനെയും പറഞ്ഞിട്ടില്ല. എനിക്ക് വളരെ വ്യക്തമായ ഓർമ്മയുണ്ട്. കാരണം ഞാൻ ചിന്തിച്ച അന്നേരമൊക്കെ ഇവര് ക്ഷുഭിതരാകുമെന്നാണ്. വൈദികര് തല്ലുകൊണ്ടിട്ടുണ്ട്, അന്നേരവും പറഞ്ഞിട്ടില്ല. കൊല്ലപ്പെട്ടിട്ടും പറഞ്ഞിട്ടില്ല. ഇവരുടെ സ്വത്തെ തൊടുന്നു എന്ന് കണ്ടപ്പോ എന്തെല്ലാം പ്രസംഗങ്ങളാ. പാമ്പ്ളാനി പിതാവിന്റെ കേൾക്കാം. ഭൂരിപക്ഷത്തിന്റെ ധാർഷ്ട്യം കൊണ്ട് ന്യൂനപക്ഷത്തിന്റെ എല്ലാ അവകാശങ്ങളെയും ഹനിക്കാം എന്ന് ചിന്തിക്കുക. അതിന്റെ പേരിൽ കോടതി വ്യവഹാരങ്ങൾക്കൊന്നും നിൽക്കാതെ വിധി നടപ്പിലാക്കുന്നത്, അധികാരം ഉയർത്തുന്നത് ഒടുങ്ങാത്ത പകയുടെ വഴികളാണ്. അപ്പൊ ഇതെല്ലാം ഒരു നരേഷനാണ്. ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഒരു നരേഷനാണ്. ഇവിടെ ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടോ ക്രിസ്തുവിനെതിരായിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഈ FCRI ചട്ട ഭേദഗതി എന്ന് പറയുമ്പോൾ നിയമം അനുസരിക്കാൻ, നിയമവിധേയമായി സുതാര്യമായി കാര്യങ്ങൾ നടപ്പാക്കുവാൻ ഈ ക്രിസ്ത്യൻ നേതാക്കന്മാർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഈ സംഘടനകളിലൂടെ, ട്രസ്റ്റുകളിലൂടെ കൊണ്ടുവരുന്ന വിദേശ പണം ഇവരെന്താണ് ചെയ്തതെന്ന് അറിയുവാൻ ഗവൺമെന്റ് ഏജൻസികൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ അതാത് വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്കും അവകാശമുണ്ട്. ഇപ്പൊ താമരശ്ശേരി രൂപതയുടെ FCRI അക്കൗണ്ടിലൂടെ 250 കോടി രൂപ അവിടെ വന്നെങ്കിൽ ഈ 250 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു, ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ എന്നറിയുവാൻ താമരശ്ശേരി രൂപതയിലുള്ള ഓരോ വ്യക്തിക്കും അവകാശമുണ്ട്. അത് കൃത്യമായ കണക്ക് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു കണക്കും ഒരിടത്തും ലഭ്യമല്ല. അപ്പൊ കർത്താവ് കൈവിട്ടാൽ ചില മതപുരോഹിതന്മാരാണ് ഈ കടന്ന് നിലവിളിക്കുന്നത്. അപ്പൊ ചില ആളുകൾ പറയും ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇത്രയും സമ്പത്തുണ്ടായി, അപ്പൊ അനുഗ്രഹിച്ച ദൈവ സമ്പത്ത് സംരക്ഷിച്ചോളൂ, നിങ്ങൾ എന്തിനാ നിലവിളിക്കുന്നത്? അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഉണ്ടായ സമ്പത്തല്ല, തെറ്റായ വഴിയിലൂടെ തങ്ങൾ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞു. 2034 സീറോ മലബാർ സഭയുടെ സ്വത്തുക്കളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന് 4 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ. കൊണ്ടുപോകും, അത് പോണം. അത് പോയെങ്കിലേ, ഞാൻ അസൂയ കൊണ്ട് പറയുന്നൊന്നുമല്ല. കാരണം ഇത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നതാണ്. പ്രത്യേകിച്ച് അന്യായ സമ്പത്ത്. ഇതൊന്നും ന്യായമായ വിധത്തിൽ ഉണ്ടാക്കുന്ന സമ്പത്തല്ല. കണക്കുകളെല്ലാം തെറ്റാണ്, നിയമങ്ങളെല്ലാം ലംഘിച്ചിരിക്കുകയാണ്, പക്ഷെ ഉദ്യോഗസ്ഥന്മാർ കണ്ണടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അതെല്ലാം കൃത്യമായി കണക്ക്. ഞാൻ FCRI ചട്ട നിയമ ഭേദഗതികൾ, പ്രൊപ്പോസ്ഡ് അമെൻമെന്റ്സ്, ഇതെല്ലാം വളരെ കാര്യക്ഷമമായിട്ട് സൂക്ഷ്മമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചത്. എന്താണ് ഇത്രമാത്രം പൊട്ടിത്തെറിക്കുക? അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല, തെറ്റായ ഒരു നിയമവും ഇല്ല. നിയമത്തിന്റെ കർശനമായ നടപ്പാക്കൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അതിലെന്തിനാണ് ഇവർ പരിഭ്രമിക്കുന്നത്? കൃത്യം കണക്ക് കൊടുക്കാൻ, സമയബന്ധിതമായി ഫണ്ട് വിനിയോഗിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെന്തിനാ ഇവർ ഇത്ര വിഷമിക്കുന്നത്? വകമാറ്റി ചെലവഴിക്കുന്നതിന് പരിധി വെച്ചിരിക്കുന്നു. അതിനെന്തിനാ ഇത്ര പ്രയാസപ്പെടുന്നേ? ഞങ്ങൾ ഇന്ന കാര്യത്തിനാണ് എന്ന് പറഞ്ഞ് പണം കൊണ്ടുവന്ന് ആ കാര്യത്തിന് വിനിയോഗിക്കാൻ എന്തുകൊണ്ട് പാടില്ല? ഗ്രാമീണ മേഖലകളിൽ കിണർ കുത്തുന്നതിനും ശുദ്ധജല വിതരണത്തിനുമായിട്ട് ഫണ്ട് കൊണ്ടുവരും. അപ്പൊ ഈ ഗ്രാമീണ മേഖലകളിൽ എത്രയോ കിണറില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി അവർക്കെല്ലാം കിണർ കുത്തി കൊടുത്ത് അവിടെയെല്ലാം പൈപ്പിട്ടു, വെള്ളം കൊടുത്തു. അത് ഞങ്ങൾക്ക് താല്പര്യമില്ല, നമ്മൾ വകമാറ്റി ചെലവഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു കർത്താവിന്റെ പേരിലുള്ള തട്ടിപ്പാണ് ഇവർ നടത്തുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇത് ക്രിസ്ത്യാനിറ്റിയെ മാത്രം ബാധിക്കുന്നൊന്നുമല്ല.
ഈ FCRA എന്ന് പറഞ്ഞ എല്ലാവരുടെ ചിന്ത ഈ FCRAക്കകത്ത് ക്രിസ്ത്യൻ എന്നുള്ളതാണ്. അല്ല, കോൺട്രിബ്യൂഷൻ, ഫോറിൻ കോൺട്രിബ്യൂഷൻ ആണ്. അത് NGOസിനെല്ലാം ബാധകമാണ്. ഈ സെക്യുലർ ആയിട്ടുള്ള NGOs ഉണ്ട്, ഒരു മതവുമായിട്ട് ബന്ധമില്ലാത്ത രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന NGOs ഉണ്ട്. ഹിന്ദുക്കളുടെ ഉണ്ട്, മുസ്ലിങ്ങളുടെ ഉണ്ട്, സിഖുകാരുടെ ഉണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, ഹിന്ദുക്കൾക്കുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഉണ്ട്. ഇതിനെല്ലാം ഈ നിയമം ബാധിക്കും. ഈ ബിഷപ്പുമാർ മാത്രം ഇത്രയും ഒച്ചത്തിൽ കരയുന്ന എന്തിനാണ്? ഇത് ഞങ്ങൾക്കെതിരായിട്ടാണ്, ഇത് ക്രിസ്തുവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, ക്രിസ്ത്യാനിറ്റി ആയിട്ട് പുലബന്ധം പോലും ഇല്ല. ഇത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആ രാജ്യത്ത് വരുന്ന വിദേശ നാണ്യത്തെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ചട്ടങ്ങൾ കൊണ്ടുവരുന്നു. അതിന് ഇത്രയും ബഹളം വെക്കേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ലെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ കുറെ ബിഷപ്പുമാർ അങ്ങനെ, അപ്പൊ ബിഷപ്പുമാരെല്ലാം ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്നു എന്നുള്ള ഒരപൂർവതയാണ് കാണുന്നത്. ബിഷപ്പുമാരെ പേടിച്ച് FCRA ചട്ടഭേദഗതി ഭരണത്ത് വെച്ചിരിക്കുന്നു, ഫ്രീസറിൽ വെച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, അണ്ടിയോട് അടുക്കുമ്പോഴാണ് മാങ്ങായുടെ പുളി അറിയുന്നത് എന്ന് പറഞ്ഞ പോലെ സ്വത്തെ പിടിക്കുമ്പോഴാണ് ബിഷപ്പുമാര് സർവസംഘ പരിത്യാഗികളും ഇവരെന്തിനാണ് വിവാഹം കഴിക്കാതെ നടക്കുന്നത്? ബിഷപ്പുമാര്, കത്തോലിക്ക സഭയുടെ അച്ഛന്മാർ തൊട്ടേ വിവാഹം കഴിക്കുന്നില്ല. ഈ ഓർത്തഡോക്സ് വിഭാഗങ്ങളിൽ മെത്രാന്മാർ വിവാഹം കഴിക്കുന്നില്ല. എന്തിനാണ് സഭയുടെ അധ്യക്ഷ പദവിയിൽ കുടുംബസ്ഥരല്ലാത്തവരെ ആക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അവർ കൂടുതൽ നിസ്വാർത്ഥരാകാൻ, കുടുംബ ബന്ധങ്ങൾ, മക്കൾ, ഭാര്യ, അളിയൻ, അങ്ങനെയൊക്കെയുള്ള കണക്ഷൻസിലൂടെ അഴിമതി ഉണ്ടാകാനും സ്വജനപക്ഷപാതം, നെപ്പോട്ടിസം ഉണ്ടാകാനും അതുപോലെ ഈ സ്വാർത്ഥത ഉണ്ടാകാനും അതുപോലെ തന്നെ അത്യാഗ്രഹം, ഗ്രീഡ് ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത. ഈ വക സാധ്യതകളെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു അൺഡിവൈഡഡ് കോൺസെൻട്രേഷൻ കർത്താവിലേക്ക് പോവുകയാണ്. കാരണം വിവാഹം കഴിച്ചവർ ഭാര്യ എങ്ങനെ പ്രസാദിപ്പിക്കും, കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കും എന്നോർത്ത് ലോകപരമായി ഒരുപാട് വ്യാകുലങ്ങളിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പൗലോസ് എഴുതിയിരിക്കുന്ന കൊരിന്ത്യ ലേഖനത്തിൽ. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തവർ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് ചിന്തിക്കും. അപ്പൊ വിവാഹം കഴിക്കാത്ത ഇവര് സ്കൂൾ എങ്ങനെ നടത്തും, സ്കൂൾ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, 150 കിടക്കയുള്ള ആശുപത്രി എങ്ങനെ 400 കിടക്കയാക്കി മാറ്റാം, 400 കിടക്കയുള്ള ആശുപത്രി എങ്ങനെ മെഡിക്കൽ കോളേജ് ആക്കി മാറ്റാം, മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റിന് 2 കോടി വെച്ച് മേടിക്കുന്ന എങ്ങനെ 3 കോടി ആക്കാം, 3 കോടി വെച്ച് 10 സീറ്റിന് മേടിക്കുന്ന 30 കോടി എവിടെ കൊണ്ട് ഒളിപ്പിക്കാം, 30 കോടിയുടെ കണക്ക് കാണിക്കാതെ എവിടെ കൊണ്ട് മുക്കാം, എവിടെ ഇൻവെസ്റ്റ് ചെയ്താണ് കൂടുതൽ പലിശ കിട്ടുന്നത്, ആ പലിശ കണക്കിൽപ്പെടുത്താതെ എങ്ങനെ ഉപയോഗിക്കാം, അതുകൊണ്ട് എങ്ങനെ രേഖയില്ലാതെ വസ്തു മേടിക്കാം, ആ വസ്തു മേടിക്കുന്ന രജിസ്ട്രേഷൻ ഫീസ് എങ്ങനെ ഇളവ് ചെയ്യിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പൗലോസ് ശ്ലീഹായുടെ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് പോയിരിക്കുകയാണ്. അതുകൊണ്ട് വിവാഹം കഴിക്കാത്ത ഇവന്മാരെല്ലാം ഒരുപാട് ഉത്കണ്ഠകളിലും ഭാരങ്ങളിലും പെട്ടുകിടക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ക്രിസ്തീയ നേതൃത്വത്തിന്റെ ഒരു ദുസ്ഥിതി. അപ്പൊ ഈ ദുസ്ഥിതിയിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ ബാരിയാട്രിക് സർജറി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഈ കൊടവയർ അമിതവണ്ണമൊക്കെ കുറയ്ക്കാനുള്ള പലതരം സർജറീസ് ഉണ്ട്. ലിപ്പോറ്റമി, ലേസർ ട്രീറ്റ്മെന്റ്, ബാരിയാട്രിക് സർജറി, പിന്നെ വയറ്റിൽ ബലൂൺ വീർപ്പിച്ചിടുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. കാരണം എങ്ങനെയല്ലേ ഇവനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഉപാധികൾ ഇന്ന് ഉണ്ട്. അതുപോലെ ഒരു ക്രിസ്ത്യൻ സഭകളെ രക്ഷിക്കാനുള്ള ഒരു രക്ഷാദൂതന്മാർ പോലെയാണ് ഈ FCRA ചട്ടഭേദഗതി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ ഒരുപാട് അഴിമതിയിലും അതുപോലെ തന്നെ അതാത് കാലങ്ങളിൽ വരുന്ന സർക്കാരുകളെ പ്രസാദിപ്പിച്ചും പ്രീണിപ്പിച്ചും സമ്മാനങ്ങൾ കൊടുത്തും ഒരുമിച്ച് ഫോട്ടോ എടുത്തും ചിരിച്ചു കാണിച്ചും ഒക്കെ മയക്കി കിടത്തി ഇവര് വലിയ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് ഇവന്മാരുടെ ഈ ചിരിയും പളവളപ്പും ഒന്നും പരിഗണിക്കാതെ നിയമം നടപ്പാക്കാൻ ഓങ്ങിയപ്പോൾ തന്നെ നിലവിളി വന്നു, ഭീഷണി വന്നു, ക്രിസ്തു രംഗത്ത് വന്നു. ഇതുവരെ പറയാത്ത ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ ജീവിക്കും, ക്രിസ്തുവിന് വേണ്ടി മരിക്കും, ക്രിസ്തു മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇതൊക്കെ നല്ല ശുഭലക്ഷണമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ദിസ് ഈസ് ദ വേ ടു ഗോ, നിങ്ങൾ ഈ വഴി തന്നെ പോയാൽ ഞങ്ങൾ സാധാരണ ക്രിസ്ത്യാനികൾ, സാധാരണ വിശ്വാസികൾ രക്ഷപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ FCRA ചട്ടഭേദഗതി
നിലവിൽ വന്ന് കർശനമായ ഒരു ഓഡിറ്റിംഗ് ഒക്കെ നടത്താമെങ്കിൽ അടുത്ത നോമ്പ് കാലത്തെങ്കിലും അനുതാപത്തോടെയും ആത്മാർത്ഥതയോടെയും ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. നമുക്കതൊക്കെ അനുഭവിക്കാനും പറ്റും. കാരണം നമ്മുടെ പിതാക്കന്മാരും മെത്രാന്മാരും ഒക്കെ ആകെപ്പാട് ഒന്ന് നിവരും, ഒന്ന് ശുദ്ധീകരിക്കപ്പെടും. പക്ഷെ അത് ഇടയാകുമോന്ന് അറിയത്തില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പ്രധാനമന്ത്രി മോദിയുടെ മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരുടെ ഒക്കെ കരങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവം തമ്മിലോട് പ്രാർത്ഥിക്കാം. അവരെ ശക്തിപ്പെടുത്താൻ ഇറങ്ങി വരണമെന്ന് വിശുദ്ധ മിഖായേൽ, വിശുദ്ധ ഗബ്രിയേൽ എന്ന് കത്തോലിക്കര് പ്രാർത്ഥിക്കുന്ന പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഗബ്രിയേൽ മിഖായേലും എല്ലാം ചെന്ന് അവരെ ശക്തിപ്പെടുത്തി ഈ തിന്മയുടെ കൂടാരങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ മക്കളെ രക്ഷിച്ചെടുക്കണമേ. കാരണം ഈ അഴിമതിയും ഈ സ്വജനപക്ഷപാതവും ഈ നേരായ മാർഗത്തിലല്ലാത്ത സ്വത്ത് സമ്പാദനമൊക്കെ ശാപമായിട്ട് ക്രിസ്തീയ സഭയെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തീയ സഭയിൽ നിന്ന് ഇതെല്ലാം ഒഴിഞ്ഞു പോട്ടെ. ക്രിസ്തുവിന്റെ നൈർമല്യതയുള്ള സുവിശേഷം, അതിന്റെ പ്രകാശം സഭകളിലും ചുറ്റുപാടുകളിലും പ്രകാശിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നു, അതിനായി അപേക്ഷിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.